ഹലോ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും യാത്രയിലാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ചില യാത്രയിൽ ഞാൻ കളിക്കാരനാകുന്നു, നിങ്ങൾ കാഴ്ചക്കാരാകുന്നു. ചില സമയത്ത് നിങ്ങൾ കളിക്കാരാകുന്നു, ഞാൻ കാഴ്ചക്കാരാകുന്നു. ഇതാണ് ജീവിതം. അപ്പോൾ നമ്മൾ യാത്രേൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതുവരെ യാത്രേൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളെ ലൈക്കുകൾ, കയ്യൊപ്പ് ചാർത്തി ലൈക്കുകൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയുന്നു, സംതൃപ്തി കിട്ടുന്നു. അപ്പോൾ ലൈക്കുകളൊക്കെ അടിക്കുക, കമൻറ്റ്സ് കഴിയുമ്പോൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ അതിൻ്റെ ഒരു രസമാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോട്ടിൽ തെളിഞ്ഞ് കാണുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് അവസാനമില്ല, എന്തെങ്കിലുമൊക്കെ തുടങ്ങിപ്പോണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നൊരു കഥയാണ്. ഈ കഥ രാജാവുള്ള കാലത്തുള്ള കഥയാണ്. രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. കഥ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കഥ ഉണ്ടായിരിക്കാം, കഥ ഉണ്ടാവാതിരിക്കാം, അങ്ങനെയാണ്. പഴയ കാലത്തെ രാജാവിൻ്റെ കഥയാണ്. അപ്പോൾ രാജാവ് ഇങ്ങനെ രാജവീതികളിലൂടെ നടക്കും, എല്ലാ കുടിലുകളിൽ പോകും, എല്ലാ സ്ഥലത്തും നടക്കും, കാട്ടിൽ നടക്കും, രാജ്യത്തെ വിശേഷങ്ങൾ അറിയാനും നമ്മളെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനും വേണ്ടി നടക്കും. അങ്ങനെ നടക്കുന്ന ഒരു രാജാവിൻ്റെ കാലത്തൊരു കഥയാണ്. ചെറിയൊരു കഥയാണ്. കഥ നമുക്കൊരു സന്ദേശം നൽകുന്ന കഥയാണ്. അങ്ങനെ ഇദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി ഓരോ ബുദ്ധികളാണ്. ഓരോ സ്ഥലത്ത് പോവും, കള്ളന്മാരെ തരിയും, കള്ളന്മാരുണ്ടോ നോക്കും, നാട്ടുകാർ പ്രജകൾ എങ്ങനെ ജീവിക്കുന്നത് നോക്കും. അങ്ങനെ ഇദ്ദേഹം വഴിയിൽ ഒരു കല്ല് വെച്ചു, വലിയൊരു കല്ലെടുത്ത് വെച്ചു. അത് നടക്കാൻ പോണ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വഴിയാണ്. അവിടെ വെച്ചു. ആൾക്കാർക്ക് എന്നാലും നടന്നു പോകാൻ, നടുവിലാണെങ്കിൽ കൂടി വണ്ടിയിലും കാറുകളൊക്കെ അത്യാവശ്യമൊക്കെ. അന്നത്തെ കാലത്ത് എന്ത് വണ്ടിയാണ്, അങ്ങനെ കാളകളും പോത്തുകളും കൃഷിക്കാർക്കൊക്കെ പോവാം. അങ്ങനെ മൂപ്പര് മാറി നിന്ന് പോയി വിവരങ്ങൾ തിരക്കാനും. അദ്ദേഹം പോയി കല്ല് രാത്രിയോടെ എടുത്തു വെച്ചു, പോയി. പ്രഭാതമായി അങ്ങനെ ഓരോരുത്തർ പോയി വന്നു. എല്ലാവരും പഴിച്ചു തുടങ്ങി. എന്ത് വലിയൊരു കല്ല്, ചിലവരുടെ കാലുമേ തട്ടി ശപിച്ചുകൊണ്ട് പോവാണ്. ഈ രാജ്യത്ത് രാജാവില്ലേ, എന്തൊരു ജാതി കല്ല്, ഈ കല്ലൊക്കെ നമുക്ക് തട്ടിയിട്ട് ഇതിനൊക്കെ ഇപ്പോൾ രാജാവ് ചെല്ലാം, പ്രജകൾ ശ്രദ്ധിക്കില്ല, അതിൻ്റെ ആളുകളും മന്ത്രി ശ്രദ്ധിക്കില്ല, പഴിച്ചു പറഞ്ഞു പോയി. അങ്ങനെ ആരും ആ കല്ലെടുത്തില്ല. എല്ലാവരും സൈഡിൽ കൂടി മാറി മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോയി. കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ചങ്ങനെ പോയി കഴിഞ്ഞ് ഒരു കർഷകൻ വന്നു. 2-3 പശുക്കളും അയാളങ്ങനെ കയറൊക്കെ പിടിച്ചൊക്കെ ഓടിയിട്ട് അയാളെ ജീവിത സന്ധാരണമായിട്ട് പോവാണ്. അപ്പം മൂപ്പര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ നിർത്തി. അയ്യോ, ഈ രാജ്യത്തൊരു നല്ലൊരു രാജാവുണ്ട്, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന രാജാവ്. അങ്ങനെ മൂപ്പര് അതൊക്കെ മാറ്റി വെച്ച് ആ കല്ലൊക്കെ പൊന്തിച്ച് നോക്കിയാലും അതിലൊരു സഞ്ചി ഇരുന്നിരുന്നു. അപ്പോൾ എന്താണെന്ന് അയാൾക്കൊല്ല, അതിങ്ങനെ എഴുതി നോക്കി അതിൽ കടലാസും കാണുന്നുണ്ട്. ഈ കല്ല് മാറ്റുന്ന ആൾക്കാണ് ഈ സഞ്ചിയിലുള്ള സഞ്ചിയിലുള്ളത്. അത് നോക്കിയപ്പോൾ നിറച്ച് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അയാൾക്ക് ഒരുപാട് സ്വർണ്ണ നാണയം കിട്ടി. അപ്പോൾ ഇതൊരു കഥയാണെങ്കിൽ കൂടി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കെന്തെങ്കിലും കിട്ടും, അപ്പോൾ ഉറപ്പാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കഥകൾ അനന്തരം ചിലപ്പോൾ ഇയാൾക്ക് അന്വേഷിച്ച് പിടിച്ച് നല്ല സംഗതികളൊക്കെ കൊടുത്തു എന്നാണ് കഥ പറയുന്നത്. ഇയാളെ സമ്പന്നമാക്കി മാറ്റി രാജകൊട്ടാരത്തിനടുത്ത് താമസിപ്പിച്ചു രാജാവ്. അങ്ങനെ രാജാവിലെ വിവരങ്ങൾ അവർക്കറിയല്ലോ. എന്നാൽ ശരി, അങ്ങനെ കർഷകൻ അങ്ങനെ നന്നായിട്ട് ജീവിച്ചു പോട്ടെ, നമുക്ക് നന്നായിട്ട് പോവാം. ഓക്കെ.